നമസ്കാരം. ഇത് ഡീൽസ് കേരള. ഇറാൻ അമേരിക്കൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾ ഉൾപ്പെടുത്തിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇറാന്റെ റോക്കറ്റ് ആക്രമണം. ഇസ്രയേലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പലയിടത്തും അപായ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇസ്രയേലിന്റെ തന്ത്രപ്രധാന മേഖലകളാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ നിറത്താതെയുള്ള റോക്കറ്റ് ആക്രമണം കാരണം ഇസ്രയേലിൽ പലയിടത്തും അപായ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുവെന്ന് റിപ്പോർട്ട്. സൈനിക കേന്ദ്രങ്ങൾ ഇക്കാര്യം പരസ്യപ്പെടുത്തുന്നില്ലെങ്കിലും വിവിധയിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ നിന്ന് പുക ഉയരുന്നതായി കണ്ടതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ മധ്യ ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ക്ലസ്റ്റർ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലസ്റ്റർ മിസൈലുകൾ മധ്യ ഇസ്രായേലിലെ യഹൂദ്, ഓർ യഹൂദ, ഹോലോൺ, ബാത്ത് യാം എന്നിവയുൾപ്പെടെ 6ഓളം സ്ഥലങ്ങളിലാണ് പതിച്ചത്. ഇറാൻ ലക്ഷ്യമിട്ട മധ്യ ഇസ്രായേലിൽ ജനസംഖ്യയുടെ 44% ആളുകളാണ് വസിക്കുന്നത്. ബെൻ ഗുറിയൻ വിമാനത്താവളം, നിരവധി സൈനിക താവളങ്ങൾ, പ്രതിരോധ മന്ത്രാലയം, മൊസാദ് ആസ്ഥാനം എന്നിവയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപ്രധാനമായ മേഖലയാണിത്. ഇറാന് പുറമെ ഹിസ്ബുള്ളയും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിടുന്നുണ്ട്. അതേസമയം മധ്യ ഏഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ മേഖലയിലുടനീളമുള്ള പൊതുജന ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ മേധാവി മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിന്റെ തീവ്രത ഉയരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ഇറാൻ ലോകത്തിന് എണ്ണ എത്തിക്കുന്ന പ്രധാന കടൽപാതകൾ തടയാൻ ശ്രമിച്ചാൽ അതിന് കനത്ത സൈനിക തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം പെട്ടെന്ന് അവസാനിക്കാമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചെങ്കിലും സാഹചര്യം വഷളായാൽ അമേരിക്ക കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് യുദ്ധത്തിലെ നിർണായക പാത. മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിന്റെ കേന്ദ്രമായി മാറുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് എന്ന കടൽപാതയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/5 ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നു. ഇറാൻ ഈ കടൽപാത തടയാൻ ശ്രമിച്ചാൽ അത് ഗ്ലോബൽ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ കുലുക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ട്രംപ് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ലോകത്തിന്റെ ആ ഭാഗത്തെ ഒരിക്കലും വീണ്ടെടുക്കാൻ വിധത്തിൽ ഞങ്ങൾ തിരിച്ചടി നൽകും. ഇറാന്റെ മറുപടി: 1 ലിറ്റർ എണ്ണ പോലും പോകില്ല. അമേരിക്കൻ മുന്നറിയിപ്പിന് ഉടൻ മറുപടി നൽകിയിരിക്കുന്നത് ഇറാന്റെ ശക്തമായ സൈനിക സംഘടനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ്. അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടരുകയാണെങ്കിൽ മേഖലയിൽ നിന്ന് 1 ലിറ്റർ എണ്ണ പോലും പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്നാണ് ഇറാന്റെ പ്രതികരണം. ഇത് ഗ്ലോബൽ വിപണികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു. എണ്ണവിലയും ഓഹരി വിപണിയും കുലുങ്ങി. സംഘർഷം രൂക്ഷമാകുമെന്ന ഭയം കാരണം ലോകത്തെ സാമ്പത്തിക വിപണികൾ വലിയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങി. ഒരു ഘട്ടത്ത് എണ്ണവില കുത്തനെ ഉയർന്നു. അതേസമയം ചില റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ ഊർജ്ജത്തിനുമേലുള്ള ഉപരോധങ്ങളിൽ ഇളവുണ്ടാകാമെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ വിപണിയിൽ വീണ്ടും ഉയർച്ചയും കണ്ടു. ഈ പരസ്പര വിരുദ്ധ സൂചനകൾ വിപണിയെ റോളർ കോസ്റ്റർ പോലെ ഉയർച്ചയും താഴ്ചയും കാണിക്കുന്ന നിലയിലേക്ക് എത്തിച്ചു. പുതിയ സുപ്രീം നേതാവ് മോജ്തബ ഖമേനി. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ സുപ്രീം നേതാവ് അലി ഖമേനിയുടെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മകനായ മോജ്തബ ഖമേനി ഇറാന്റെ പുതിയ സുപ്രീം നേതാവായി ഉയർന്നുവന്നു. ഇത് ഇറാനിലെ ശക്തമായ സൈനിക സംവിധാനമായ IRGSന്റെ സഹായത്തോടെയാണ് സംഭവിച്ചത്. ഇറാനിലെ നിരവധി നഗരങ്ങളിൽ പുതിയ നേതാവിന് പിന്തുണയുമായി വൻ റാലികളും പ്രകടനങ്ങളും നടന്നുവെന്ന് സ്ഥാനിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വ്യോമ ആക്രമണത്തിനിടയിലും ജനക്കൂട്ടം. ഇസ്ഫഹാൻ നഗരത്തിലെ ചരിത്രപ്രസിദ്ധമായ നക്ഷി ജഹാൻ സ്ക്വയർ എന്ന സ്ഥലത്ത് വലിയ ജനക്കൂട്ടം ഒത്തുകൂടി. അവർ ഇറാനിയൻ പതാകകൾ വീശിയും മുൻ നേതാവ് അലി ഖമേനിയുടെ ചിത്രങ്ങൾ ഉയർത്തിയും ദൈവം മഹത്താനാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചു. അതേസമയം സമീപ പ്രദേശങ്ങളിൽ വ്യോമ ആക്രമണത്തിന്റെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ പുതിയ യുദ്ധതന്ത്രം. സൈനിക ശക്തിയിൽ അമേരിക്കയെ നേരിട്ട് തോൽപ്പിക്കാനാവില്ലെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ അവർ പുതിയ തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഡ്രോൺ ആക്രമണങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ, പ്രധാന ഊർജ്ജപാതകൾ തടയൽ, ഗ്ലോബൽ സാമ്പത്തിക വിപണികളെ കുലുക്കൽ. ഈ വഴി അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണം. ഇറാൻ ഇതിനകം തന്നെ ഗൾഫ് മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ എണ്ണ വാതക കേന്ദ്രങ്ങൾ അപകട സാധ്യത നേരിടുന്നു. ഫ്രാൻസ് നാവികസേന വിന്യസിച്ചു. സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്കയിൽ യൂറോപ്യൻ രാജ്യങ്ങളും സൈനിക സജ്ജീകരണം ശക്തമാക്കി. എമ്മാനുവൽ മക്രോണിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസ് മിഡിൽ ഈസ്റ്റിലേക്ക് വലിയ നാവികസേന വിന്യസിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി ഉൾപ്പെടുന്നത് ഫ്രഞ്ച് എയർക്രാഫ്റ്റ് കാരിയർ ചാൾസ് ഡിഗോൾ വിമാനവാഹിനി കപ്പൽ സ്ട്രൈക്ക് ഗ്രൂപ്പാണ്. ഈ സൈനിക സേനയെ മെഡിറ്ററേനിയൻ സീ,
റെഡ് സീ, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് എന്നിവിടങ്ങളിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. യുദ്ധം എത്ര കാലം തുടരും? വിദഗ്ധർ പറയുന്നത് യുദ്ധത്തിന്റെ നിർണായക ചോദ്യം ഇതാണെന്ന്. ഇറാൻ എത്ര കാലം മിസൈൽ ആക്രമണം തുടരാൻ കഴിയും? അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇറാന്റെ ആയുധശേഖരത്തിന്റെ വലിയൊരു ഭാഗം ഇതിനകം നശിച്ചു. എന്നാൽ പ്രാദേശിക സ്രോതസ്സുകൾ പറയുന്നത് ഇറാന് ഇപ്പോഴും പകുതിയിലധികം മിസൈലുകൾ കൈവശമുണ്ടാകാമെന്നാണ്. അത് ശരിയാണെങ്കിൽ ഇറാൻ കുറഞ്ഞത് ചില ആഴ്ചകൾ കൂടി ആക്രമണം തുടരാം. ടെഹ്റാനിലെ ജീവിതം യുദ്ധത്തിനിടയിലും സാധാരണ പോലെ. ടെഹ്റാൻ നഗരത്തിൽ ബോംബ് ആക്രമണങ്ങൾ തുടരുന്നുണ്ടെങ്കിലും സാധാരണ ജീവിതം മുഴുവനായി നിലച്ചിട്ടില്ല. പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം കടകൾ തുറന്നിരിക്കുന്നു, ബാങ്കുകൾ പ്രവർത്തിക്കുന്നു, ആളുകൾ നഗരത്തിൽ തന്നെ തുടരുന്നു. ഒരു സ്വദേശിയുടെ വാക്കുകൾ: രാവും പകലും ജനലുകൾ വിറയ്ക്കുന്നു, പക്ഷേ ജീവിതം തുടരുന്നു. യുദ്ധത്തിലെ വലിയ ചോദ്യം. ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ആരാണ് ആദ്യം പിന്മാറുക? അമേരിക്കയോ അല്ലെങ്കിൽ ഇറാനോ? ആഗോള എണ്ണവില ഉയർത്തിയും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചും അമേരിക്കയെ രാഷ്ട്രീയമായി പിന്മാറാൻ നിർബന്ധിതരാക്കാമെന്നാണ് ടെഹ്റാന്റെ പ്രതീക്ഷ. അതേസമയം അമേരിക്ക പറയുന്നത് ഇറാന്റെ ആണവശേഷിയും മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുന്നതുവരെ സൈനിക നടപടി തുടരുമെന്നാണ്. മുറിവേറ്റെങ്കിലും അപകടകരമായ ഇറാൻ. വിദഗ്ധർ പറയുന്നത് ഈ യുദ്ധത്തിന്റെ അവസാനം ഒരു മുറിവേറ്റ ഇറാൻ ഉയർന്നുവരാം. എന്നാൽ അതാണ് കൂടുതൽ അപകടകരമാകാനും. കാരണം വലിയ സൈനിക നഷ്ടങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദം, ആഗോള രാഷ്ട്രീയ സംഘർഷം ഇവയെല്ലാം ചേർന്ന് ഈ സംഘർഷത്തെ കൂടുതൽ പ്രവചനാതീതമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.